സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ്. നിപ്പ രോഗികൾക്കും ലക്ഷണമുള്ളവർക്കുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക വാർഡ് സജ്ജീകരിച്ചു. 3 ജില്ലകളിലായി നിലവിൽ 345 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്? എന്ത് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? മോർണിംഗ് റിജിത്ത് ക്രിസ്റ്റീന. സംസ്ഥാനം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിപ്പ ഭീതിയിലേക്ക് കടക്കുകയാണ്. 2 പേർക്കാണ് നിലവിൽ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മരിച്ച മങ്കട സ്വദേശിയായിട്ടുള്ള യുവതിക്കും അതുപോലെ തന്നെ പാലക്കാട് സ്വദേശിക്കുമാണ് നിലവിൽ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മരിച്ച മങ്കട സ്വദേശിയായിട്ടുള്ള യുവതിയുടെ റൂട്ട് മാപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഈ രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മാസം 23-നാണ്. പിന്നീട് 23-ഉം 24-ഉം ഈ പെൺകുട്ടി അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു ചികിത്സ തേടിയത്. പിന്നീടാണ് അവർ മെഡിക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. 25-ന് അവർ അമ്മയ്ക്കൊപ്പം മക്കരപ്പറമ്പിലെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് മടങ്ങുകയും 26-ന് വീട്ടിൽ നിന്ന് ഓട്ടോ മാർഗമാണ് അവർ ചികിത്സയ്ക്കായി മക്കരപ്പറമ്പിലുള്ള മിനി ക്ലിനിക്കിലേക്ക് എത്തിയത്. പിന്നീട് കോപ്പറേറ്റീവ് ആശുപത്രിയിലേക്ക് എത്തി. അതിനുശേഷം വീണ്ടും അവർ ചികിത്സ തേടുകയും മിംസ് ആശുപത്രി, കോട്ടക്കലിലെ മിംസ് ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു. ഓട്ടോറിക്ഷയിലാണ് ഇത്തരത്തിൽ യാത്ര നടത്തിയിരുന്നത്. അതിനുശേഷം അവർ അവിടെ തന്നെ ചികിത്സ തേടി ICCUലാവുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ആരോഗ്യനില വഷളായി. തുടർന്നാണ് മിംസ് ആശുപത്രിയിലെ MICUലേക്ക് 27-ാം തീയതി മാറ്റിയത്. പിന്നീട് 28-ാം തീയതിയാണ് ഗുരുതരാവസ്ഥയിലായതോടുകൂടെ കോഴിക്കോട്ടെ മേത്ര ആശുപത്രിയിലേക്ക് എത്തിയത്. പിന്നീട് 1-ാം തീയതി പെൺകുട്ടി മരിക്കുകയും ചെയ്തു. അതിനുശേഷം സംസ്കാരം നടന്നതാവട്ടെ മക്കരപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റൂട്ട് മാപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേരുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. 211 പേരാണ് മലപ്പുറം ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതാനും പഞ്ചായത്തുകൾ, 4 പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകൾ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി, മങ്കട, കുറുവ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളാണ് ഇത്തരത്തിൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ, ഈ മരണത്തിന്റെ നിപ്പയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മക്കരപ്പറമ്പ് പഞ്ചായത്തിൽ 1 മുതൽ 13 വരെയുള്ള വാർഡുകൾ, കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ 11, 15 വാർഡുകൾ, മങ്കട പഞ്ചായത്തിൽ 14-ാം വാർഡ്, അതുപോലെ കുറുവ പഞ്ചായത്തിൽ 2, 3, 5, 6 വാർഡുകളാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ജില്ല മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗികൾക്കും അതുപോലെ തന്നെ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക വാർഡ് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഏതായാലും വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ആരോഗ്യവകുപ്പ് പ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രധാനമായും നിപ്പ പകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വവ്വാലുകളിൽ നിന്നാണ്. വവ്വാലുകൾ കൂട്ടമായി വസിക്കുന്ന ഭാഗത്തെത്തിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചോ മറ്റോ അവകളെ പറത്തിവിടരുത്, വിവിധ ഇടങ്ങളിലേക്ക് അവയെ പറത്തിവിടരുത്. അത് ഈ രോഗവ്യാപനത്തിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി സർക്കാർ നൽകുന്നുണ്ട്, ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. റിജിത്ത് ക്രിസ്റ്റീന. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നിപ്പ കേസുകൾ സ്ഥിരീകരിച്ചതിന് പിന്നാലെ 3 ജില്ലകളിൽ പ്രത്യേകമായി ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. 345 പേരാണ് സമ്പർക്ക പട്ടികയിലായി ഉള്ളത്.